ഹലോ, അസ്സാം വലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഹൃദയത്തെ തൊടുന്ന, ജീവിതത്തിന് വലിയ പാഠം നൽകുന്ന ഒരു മനോഹരമായ പ്രസംഗത്തിൻ്റെ ആശയത്തെക്കുറിച്ചിട്ടാണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കരുത് എന്ന വിഷയത്തെ ആസ്പദമാക്കി സിറാജുദ്ദീൻ ഖാസ്മി അവതരിപ്പിക്കുന്ന ഒരു പ്രഭാഷണം നമുക്ക് ഒരു വലിയ ആത്മീയ ശക്തി നൽകും. ആ പ്രസംഗത്തിൻ്റെ ആശയമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മനുഷ്യ ജീവിതത്തിൽ നഷ്ടങ്ങൾ അനിവാര്യമാണ്. ധനം, ബന്ധങ്ങൾ, അവസരങ്ങൾ, ആരോഗ്യം ഇവയെല്ലാം ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നഷ്ടപ്പെടാം. എന്നാൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് തുടർച്ചയായി ചിന്തിച്ചാൽ നമ്മുടെ ഇന്നത്തെ ജീവിതവും നാളെയും നഷ്ടപ്പെടും എന്നതാണ് ഈ പ്രസംഗത്തിൻ്റെ പ്രധാന സന്ദേശം. അല്ലാഹു നമ്മിൽ നിന്ന് ഒന്നെടുത്താൽ അതിനു പകരം അതിനേക്കാൾ നല്ലത് നൽകാനുള്ള പദ്ധതിയും അവനുണ്ടാകും എന്ന വിശ്വാസമാണ് നമ്മളെപ്പോഴും നിലനിർത്തേണ്ടത്. ദുഃഖവും സന്തോഷവും ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ദുഃഖ സമയങ്ങളിൽ ക്ഷമയും സന്തോഷ സമയങ്ങളിൽ നന്ദിയും പാലിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. നമ്മൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നമുക്കിപ്പോഴും ഉള്ള അനുഗ്രഹങ്ങളെ ഓർത്താൽ ജീവിതം കൂടുതൽ സമാധാനപരമാകും. കഴിഞ്ഞതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കരുത്. ഇപ്പോഴത്തെ നിമിഷത്തെ വിലമതിക്കുക. അല്ലാഹുവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. കാരണം നമ്മൾ കാണാത്ത വഴികളിലൂടെ അവൻ നമ്മെ നന്മയിലേക്കാണ് നയിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ പ്രസംഗം നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും ജീവിതത്തിന് ദിശയും നൽകുന്ന ഒന്നാണ്. നഷ്ടങ്ങൾ നമ്മെ തകർക്കാൻ വേണ്ടിയല്ല, നമ്മെ ശക്തരാക്കാനാണ് വരുന്നത്. നമ്മൾ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ ഇപ്പോഴത്തെ ജീവിതവും മനഃശാന്തിയും നമുക്ക് നഷ്ടപ്പെടും. അല്ലാഹുവിൽ പൂർണ്ണമായ വിശ്വാസവും ക്ഷമയും പുലർത്തുന്നവർക്കാണ് യഥാർത്ഥ വിജയം ലഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. അത് നമ്മെ വേദനിപ്പിക്കുകയും നിരാശരാക്കുകയൊക്കെ ചെയ്യും. എന്നാൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാതെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ ആത്മീയ ഹൃദയം നമുക്ക് ഉണ്ടാക്കണം. അതാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചില നഷ്ടങ്ങൾ അവ നമ്മെ ഉള്ളിൽ നിന്ന് തകർക്കും. ചില ഓർമ്മകൾ നമ്മുടെ കണ്ണുകൾ നനയിക്കും. നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് കരുതിയ കാര്യങ്ങൾ പോലും ഒരു ദിവസം നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനായിരുന്നു ഇത്? ജീവിതം അങ്ങനെയാണ്. നഷ്ടങ്ങളും വേദനകളും എല്ലാവർക്കും ഒരുപോലെ വരും. പക്ഷേ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നമ്മൾ ഇന്നുള്ളതും നമ്മളായിരിക്കുന്നതും മറന്നു പോകും. അല്ലാഹു നമ്മിൽ നിന്ന് എന്തെങ്കിലും എടുത്താൽ അത് വെറുതെ ആവില്ല. നമ്മൾ കാണാത്ത, നമ്മൾ മനസ്സിലാക്കാത്ത ഒരു വലിയ നന്മ അതിൻ്റെ പിന്നിലുണ്ടാകും. നമ്മൾ പലപ്പോഴും ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്നോടിങ്ങനെ എന്തിന്? പക്ഷേ വിശ്വാസം നമ്മോട് പറയുന്നത് ഇതാണ്: അല്ലാഹു ഒരാളെയും അവൻ്റെ ശേഷിക്കപ്പുറം. നഷ്ടം അത് ശിക്ഷയല്ല, അതൊരു പരീക്ഷണമാണ്. നമ്മൾ ക്ഷമയോടെ സഹിച്ചാൽ, കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ, ഹൃദയത്തോടെ വിശ്വസിച്ചാൽ നഷ്ടപ്പെട്ടതിന് വേദന ഒരു ദിവസം അനുഗ്രഹമായി മാറും. കഴിഞ്ഞതിനെ പിടിച്ചു നിന്നാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. നഷ്ടപ്പെട്ടതിനേക്കാൾ നമുക്ക് ഇപ്പോഴും ഉള്ള അനുഗ്രഹങ്ങളെ ഒന്ന് ഓർത്തു നോക്കൂ. ശ്വാസം, ആരോഗ്യം, വിശ്വാസം, പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം, ഇതെല്ലാം അല്ലാഹു നമ്മോട് ഇപ്പോൾ നൽകുന്ന ഒരു വലിയ ദാനങ്ങളല്ലേ. അല്ലാഹുവിൽ വിശ്വസിച്ചവൻ ഒരിക്കലും പൂർണ്ണമായി നഷ്ടപ്പെടുന്നില്ല. നഷ്ടങ്ങൾ നമ്മെ തകർക്കാനല്ല, നമ്മെ വളർത്താനാണ്. വേദന നമ്മെ തളർത്താനല്ല, നമ്മെ ശക്തരാക്കാനാണ്. അല്ലാഹുവിൽ ആശ്രയിക്കൂ, ക്ഷമ പാലിക്കൂ, നന്ദി പറയാൻ പഠിക്കൂ. അവൻ തീർച്ചയായും നമ്മെ നന്മയിലേക്ക് നയിച്ചു കൊണ്ടേയിരിക്കും. ധനം നഷ്ടപ്പെടാം, ബന്ധങ്ങൾ അകലാം, അവസരങ്ങൾ കൈവിട്ടു പോകാം. ഇവയെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിന് സമാധാനം നഷ്ടപ്പെടും. നമ്മൾ കാണാത്ത ഒരു നന്മ അതിൻ്റെ പിന്നിലുണ്ടാകും.
നമ്മൾക്കിപ്പോഴും ഉള്ള അനുഗ്രഹങ്ങളെ ഓർമ്മിച്ചാൽ ജീവിതത്തിൽ കൂടുതൽ സമാധാനം ഉണ്ടാക്കും. സുഹൃത്തുക്കളെ, നഷ്ടങ്ങൾ നമ്മെ തകർക്കാനല്ല, പഠിപ്പിക്കാനാണ്. അല്ലാഹുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം തീർച്ചയായും സമാധാനത്തിലും നന്മയിലുമായിരിക്കും ഇൻഷാ അല്ലാ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നമ്മളെ എല്ലാവരെയും നല്ലത് മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.